കേരളത്തിലെ ഓരോ മലയാളിയും ഞെട്ടിക്കുന്ന പ്രത്യേകിച്ച് സിനിമാ മോഡൽ രംഗത്തെയും അതുപോലെ തന്നെ നമ്മുടെ കാവലാളാകേണ്ട സൈനികൻ ഉൾപ്പെടെയുള്ളവരുടെ ലഹരിയുടെയും ഗുണ്ടാവിളയാട്ടത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി ഗുണ്ടാ മാഫിയകളെ പൂർണ്ണമായും വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി പോലീസ് അതീവ ജാഗ്രതയോടെ നടത്തിവരുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ തന്നെ ദി നാർക്കോ ഹണ്ട് എന്നിവ. ഈ കൊടുങ്കാറ്റ് പരിശോധനയ്ക്കിടയിലാണ് പാലക്കാട് ജില്ലയിലെ പോലീസിനെ പോലും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മദ്യപ സംഘം ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ നാടകീയ അക്രമ സംഭവത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 പോലീസുകാർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പ്രിൻസിപ്പൽ എസ് ഐ സുദർശന, എസ് ഐ ജോൺ സേവിയർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രജീഷ് അഥവാ രജനീഷ് എന്നിവരടങ്ങുന്ന സംഘങ്ങൾക്കാണ് പരസ്യമായ അസഭ്യവർഷവും ക്രൂരമായ മർദ്ദനവും ഏറ്റത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെയും തുടർ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. നമുക്കാദ്യം ആ മർദ്ദനത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇന്നൊരു 6:15 മണിയോടുകൂടി ഇവിടെ പൈറ്റാങ്കുന്നം പഴംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേഷൻ എസ് ഐ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന തൂഫാൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം വന്നു, കാറ് കൈ കാണിച്ച് നിർത്തി. അതിലുള്ളവർ പരിശോധിക്കാൻ ശ്രമിച്ച സമയത്ത് ഇയാൾ ഡയറക്ടർ വാഹനത്തിൽ നടക്കുന്ന ആൾ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ ഈ ഭാഗത്തടിച്ചു കൈകൊണ്ട്. എനക്കൊന്നും എന്നെ ചെക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അടിയോടുകൂടി ഞാൻ മറിഞ്ഞു വീഴാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ളവരെന്നെ താങ്ങി പിടിച്ചു. പിന്നെ അവനെ മതിയായ ബലപ്രയോഗം നടത്തി വണ്ടി കയറ്റി. ഞാൻ നടുവിലത്തെ സീറ്റിലൂടെ വന്നിരുന്നപ്പോൾ അവൻ അവൻ്റെ കാല് വെച്ചിട്ട് കഴുത്തിൽ ചവിട്ടി സീറ്റിനോട് ചേർത്ത് വെച്ചു. ഈ ശ്വാസമൊക്കെ പോയി. അവരാണ് ഓടി വന്നിട്ട് പിന്നെ എന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത്. ഇവരെല്ലാവരും മദ്യലഹരിയിലാണ്. ഇന്ന് വേറെ എന്തെങ്കിലും വാഹനം പരിശോധിച്ചാൽ. കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തിന് പിന്നിലെ വില്ലൻ ആരാണെന്ന് പരിശോധിക്കുമ്പോഴാണ് നിയമം കയ്യിലെടുത്ത ആളുടെ പശ്ചാത്തലം കണ്ട് നാട്ടുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. റാഞ്ചിയിൽ നിന്ന് നാട്ടിൽ അവധിക്ക് അഥവാ ലീവിനെത്തിയ സൈനികനായ മണ്ണാർക്കാട് സ്വദേശി ജിനേഷ് അല്ലെങ്കിൽ ജിജീഷ് എന്ന് വിളിക്കുന്ന ഇയാളാണ് ഈ ക്രൂരമായ ആക്രമണത്തിലെ പ്രധാന പ്രതി. രാജ്യത്തെ കാക്കേണ്ട ഒരു സൈനികൻ തന്നെയാണ് സ്വന്തം നാട്ടിലെ ക്രമസമാധാനം പാലിക്കുന്ന പോലീസുകാരുടെ നെഞ്ചിലേക്ക് കാലുയർത്തി തൊഴിച്ചത് എന്നുള്ളത് അതീവ ഗൗരവമേറിയ കാര്യം കൂടിയാണ്. ജിനേഷിനെ കൂടാതെ ഇയാളുടെ സുഹൃത്തുക്കളായ രഞ്ജിത്ത്, അനീഷ്, പ്രവീൺ എന്നിവരെയും പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന അവസ്ഥയും ഉണ്ടായി. മലമ്പുഴ പഴംകുന്ന് ഭാഗത്തുനിന്ന് വൈകിട്ട് 6:30 സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഈ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവത്തിന്റെ പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ചാൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും മലമ്പുഴ ഭാഗങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് ശക്തമായ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയം മലമ്പുഴ ഭാഗത്തു നിന്ന് അതിവേഗതയിൽ വന്ന പ്രതികളുടെ കാറ് പോലീസ് കൈകാട്ടി തടഞ്ഞു നിർത്തി. തുടർന്ന് വാഹനം വിശദമായി പരിശോധിക്കാമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ജോൺ സേവിയർ ആവശ്യപ്പെട്ടതോടെ കാറിലുണ്ടായിരുന്ന പ്രതികൾ പോലീസിനോട് തട്ടിക്കയറുകയായിരുന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് പ്രതികൾ പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. നീ പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് പോലീസുകാരെ തള്ളിയിടുകയും ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങിയുമായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന സൈനികനായ ജിനേഷ് പെട്ടെന്ന് എസ് ഐ ജോൺ സേവിയറെ മുഖത്തടിക്കുകയും ചെയ്തു. അടിയുടെ കടുത്ത ആഘാതത്തിൽ എസ് ഐയുടെ കണ്ണട പൂർണ്ണമായും തകർന്നുപോയി. തുടർന്ന് ഇത് തടയാൻ ചെന്ന വനിതാ പ്രിൻസിപ്പൽ എസ് ഐ സുദർശൻ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥർക്ക് നേരെയും ഈ 4 സംഘം തിരിയുകയുമായിരുന്നു. ഇതിനിടയിൽ പ്രതികളിൽ ഒരാൾ എസ് ഐ സേവരുടെ കഴുത്തിന് നേരെ ആഞ്ഞു ചവിട്ടി ഞെരിച്ചതായും വിവരങ്ങളിൽ പറയുന്നു. പൂർണ്ണമായും മദ്യപിച്ച നിലയിലായിരുന്ന കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ബലപ്രയോഗം നടത്തി വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചപ്പോഴും ഇവർ പോലീസുകാരെ കാലുയർത്തി തൊഴിക്കുകയായിരുന്നു. പ്രതികൾ കടുത്ത ലഹരിയിലായിരുന്നുവെന്നും പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും പോലീസ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹോംഗാർഡ് സംയോജിതമായി സ്റ്റേഷനിൽ വിവരം അറിയിച്ചതോടെ തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പ്രതികളെ 4 പേരെയും ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും പരസ്യമായി അസഭ്യം പറഞ്ഞതിനും ഉൾപ്പെടെ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഹേമാംബിക നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളെ പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് പോലീസിന്റെ ഈ മഹാലഹരി വേട്ട അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഓപ്പറേഷൻ തൂഫാൻ അതുപോലെ ദി നാർക്കോ ഹണ്ട് എന്ന ഈ പദ്ധതി 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ ആകെ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ലഹരി ശേഖരങ്ങളാണ്.
ഏകദേശം 30 കോടി രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ് സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ 3706.743 ഗ്രാം MDMA, അതുപോലെ തന്നെ 392.100 കിലോ കഞ്ചാവ്, 3776.039 ഗ്രാം ഹാഷിഷ് ഓയില്, 4.85 ഗ്രാം ഹാഷിഷ്, 657.219 ഗ്രാം ബ്രൗൺ ഷുഗർ, 12.6709 ഗ്രാം മെത്താഫെറ്റമിൻ, 31.23 ഗ്രാം ഹെറോയിൻ, 425 കഞ്ചാവ് ചെടികൾ, 11 LSD സ്റ്റാമ്പുകൾ, 56 ഗ്രാം നൈട്രോസെപ്പം, അതുപോലെ തന്നെ 25.23 ഗ്രാം ഓപ്പിയം, 1.6 ഗ്രാം ചരസ്, 3294 കഞ്ചാവ് പിടികൾ തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ അതുപോലെ വരും മാസങ്ങളിലും കൂടുതൽ ശക്തമായി തുടരുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ ചില നേട്ടങ്ങൾ കൂടി നാം ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ 18 കോടി രൂപ വിലമതിക്കുന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് നടന്നത്. ഇതിന്റെ തുടർച്ചയായി ഡൽഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും നൈജീരിയൻ സ്വദേശികളായ രാജ്യാന്തര ലഹരി വിതരണക്കാരെ പോലീസ് സംഘം വലയിലുമാക്കി. മലപ്പുറത്ത് നിന്ന് 26 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMA വേട്ടയും, കാസർകോട്ടെ പുകയില നിർമ്മാണ കേന്ദ്രം തകർത്തത്, 15000 പാക്കറ്റ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതുമെല്ലാം ഈ പദ്ധതിയുടെ വൻ വിജയങ്ങളായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതൊന്നും കൂടാതെ നടത്തിയിട്ടുള്ള തൂഫാൻ സ്ട്രൈക്ക് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ മാത്രം 799 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 806 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്കൂള്, കോളേജ് പരിസരങ്ങളിൽ ശക്തമായ നിരീക്ഷണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തിയതോടെ ലഹരി വിൽപ്പനയും വിപണനവും ഗണ്യമായി കുറഞ്ഞുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം ഫലപ്രദമായി തടയാനും കേന്ദ്ര ഏജൻസികളുടെ യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി T-INT എന്ന പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാനും ഡ്രോൺ സൈബർ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനോടകം 6005 ബോധവൽക്കരണ ക്ലാസുകളും 279 കൗൺസിലിങ്ങുകളും പോലീസ് സംഘടിപ്പിക്കുകയും ചെയ്തു. 15 പേരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. സ്കൂൾ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോൾ കേരളത്തിലെ സിനിമാ മോഡൽ രംഗത്തെ ലഹരിയുടെ ഒഴുക്കിന് തെളിവായി എക്സൈസ് വകുപ്പ് നടത്തിയ മറ്റൊരു ലഹരി വേട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സിനിമകളിലും പരസ്യങ്ങളിലും തിളങ്ങിയ യുവനടിയും മോഡലുമായ പൊൻകുന്നം സ്വദേശിനി അമൃത വിനോദ് അടക്കം 4 യുവതിയുവാക്കളെയാണ് കോട്ടയത്ത് വെച്ച് എക്സൈസ് സംഘം കഞ്ചാവുമായി പൊക്കിയത്. കേരള എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ തണ്ടർ എന്ന NDPS സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടയിലാണ് നടിയും സംഘവും കുടുങ്ങുന്നത്. ഹോളിവുഡ് അടക്കം സിനിമകളിലും നിരവധി പരസ്യങ്ങളിലും മോഡലുമാണ് പൊൻകുന്നം കോയിപ്പള്ളിയിൽ അമൃത വിനോദ്. അമൃതയെ കൂടാതെ കോട്ടയം ചാമംപതാൽ നാരിക്കാട്ട് വീട്ടിൽ ഹെയ്ൻസ് റജി, അതുപോലെ തന്നെ മീനാക്ഷി മനോജ്, ഒപ്പം നോയൽ മാത്യു മനോജ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. കേരള എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന NDPS സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തണ്ടന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ കഞ്ചാവ് കൈവശം വെച്ച് സൂക്ഷിച്ച കുറ്റത്തിന് കൂടിയാണ് പാമ്പാടി എക്സൈസ് റേഞ്ച് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിടിയിലായ യുവതിവാക്കൾ രാത്രികാല പാർട്ടികൾ കൊഴിപ്പിക്കുന്നതുമായി സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് വരുന്നതായാണ് എക്സൈസിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങളും. കോട്ടയത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവർ കഞ്ചാവുമായി കറങ്ങുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇവരെ ദിവസങ്ങളായി നിരീക്ഷിച്ചും വരികയായിരുന്നു. ഒടുവിൽ കൃത്യമായ തെളിവുകളുടെയും അതുപോലെ പാമ്പാടിൽ വെച്ച് എക്സൈസ് സംഘം ഇവരെ വളയുകയുമായിരുന്നു. അമൃത വിനോദിന്റെ അറസ്റ്റോടെ സിനിമാ മോഡലിംഗ് മേഖലയിലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് ലഭിക്കുന്ന സൂചനകളെല്ലാം. ഇവരുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ ചാറ്റുകളും എക്സൈസ് സൈബർ വിഭാഗം വിശദമായി പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ലഹരി മഫിയകൾക്കെതിരെയും അവരെ സഹായിക്കുന്ന ഉന്നതർക്കെതിരെയും പോലീസും എക്സൈസും നടത്തുന്ന ഈ ഇരട്ടപ്പഹരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരുമെന്ന സൂചനകളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് പോലെ വീശുകയാണ്. ഓരോ മേഖലയിലും ലഹരി സംഘങ്ങൾക്കെതിരെ ഒരു പേമാര് പോലെ, ഇടുത്തി പോലെ വലിയ കൊടുങ്കാറ്റായി വീശിക്കൊണ്ടേയിരിക്കുകയാണ്.